ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ കീബോർഡും മൗസിനും ഇതേപോലെ കളിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കീബോർഡാണ്, പിന്നെ ഒരു മൗസും. കീബോർഡും മൗസും ഇല്ലാതെ കീബോർഡും മൗസിൽ കളിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു USB ഹബ്ബാണ്. അപ്പോൾ ഇതും പിന്നെ ഒരു OTG വേണം നമുക്ക്. ഈ OTGക്ക് രണ്ട് സംഭവമുണ്ട്. 2-in-1 OTG ആണിത്. പക്ഷെ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഈ OTG മേടിക്കാതിരിക്കാൻ നോക്കുക. കാരണം ഈ സിംഗിൾ OTG എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർട്ട് മാത്രമുള്ള OTG കാണും. അത് ഓൺലൈനിൽ നിന്ന് മേടിക്കാതെ കടയിൽ നിന്ന് മേടിക്കുക. കാരണം നിങ്ങളുടെ ഫോണിൻ്റെ പോർട്ടിനനുസരിച്ചുള്ള മേടിക്കുക. എൻ്റെ ഫോണിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചാർജറില്ലേ, നിങ്ങളുടെ ചാർജറിൻ്റെ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ, അത് ഏതാണെന്ന് വെച്ച് അതേ കൂട്ടത്തിൽ തന്നെ മേടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫോണിലോട്ട് കുത്താൻ പറ്റില്ല. അപ്പം ഇനിയും നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അതിനാദ്യം തന്നെ നമുക്ക് നമ്മുടെ കീബോർഡിൻ്റെ വയറുണ്ടല്ലോ, അത് നേരെ എടുത്തിട്ട് നമ്മുടെ ഈ കാണുന്ന USB ഹബിലോട്ട് കുത്തി കൊടുക്കാം. കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന മൗസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ കാണുന്ന വയേഴ്സ് നമുക്ക് ഈ ഒരു USB ഹബിലോട്ട് കുത്തി കൊടുക്കണം. അപ്പം ഞാൻ അതും കുത്തിയിട്ടുണ്ട്. ഇനി ഈ USB ഹബിന് തന്നെ ഒരു വയർ കാണും, അതെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു OTGയിലോട്ട് കുത്തി കൊടുക്കണം. ഞാൻ കുത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് വെക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡ് വെക്കണ്ട. സ്റ്റാൻഡിൽ വെച്ചിട്ട് ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ എടുക്കുക. ഫോണിൻ്റെ ഈ കാണുന്ന ചാർജിങ് പോർട്ടിലോട്ട് നേരെ നമ്മുടെ ഈ കാണുന്ന OTGയുടെ പിന്നെ ഇങ്ങോട്ട് കുത്തി കൊടുക്കുക. ഇനിയും നമുക്ക് ചെയ്യാനുള്ള ഫുൾ ഈ ഫോണിനാണ്. ഇനി ഞാൻ ഫോണിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. ഗൈസ്, നമുക്കപ്പോൾ ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ കയറാം. സെറ്റിങ്സ് കയറിയിട്ട് നിങ്ങൾക്ക് സെർച്ച് ഉണ്ടെങ്കിൽ സെർച്ചിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. OTG എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിട്ടും. ഇനിയിപ്പോൾ സെർച്ച് ഇല്ലെങ്കിൽ അതർ നെറ്റ്വർക്ക് ആൻഡ് കണക്ഷൻസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ OTG എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കും. ഈ ഒരു OTG എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം മേടിച്ചു കൂട്ടാവൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോവും. ഓക്കെ, അത്രയും പൈസ പോകുന്നതായിരിക്കും. ഓക്കെ, ഇനിയും നിങ്ങൾ ചെന്നിട്ട് ഈ കാണുന്ന OTG എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. അപ്പം നിങ്ങളുടെ മൗസിലൊരു ലൈറ്റ് ഒരു സംഭവം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും, ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ആയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞ OTG എന്ന് പറഞ്ഞ സംഭവം ഊരിയിട്ട് തിരിച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നിങ്ങൾക്കിത് കണ്ടില്ലേ വന്നോളെ. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഞാൻ മൈൻക്രാഫ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇതിൽ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ ഡിവൈസ് Android 14 ആണെങ്കിൽ Android 14 താഴോട്ടുള്ള ഫോൺസിലൊന്നും ഈ കാണുന്ന റൈറ്റ് ക്ലിക്ക്, നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് വർക്കാവില്ല. സംഭവം അത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് വർക്കാവില്ല. ഇനിയിപ്പോൾ നിങ്ങളൊരു Android 14 അല്ലെങ്കിൽ അതിൽ മണ്ടക്കോട്ടാണെങ്കിൽ നിങ്ങളുടെ അത് വർക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് റൈറ്റ് ക്ലിക്ക് വർക്കാവില്ല, കാരണം എൻ്റെ Android 11 ആണ്. ഇത് കണ്ടില്ലേ, ഇത് ബാക്ക് സ്പേസ് ഇങ്ങനെ പോകും, കണ്ടോ? ഇതേപോലെ ബാക്ക് സ്പേസ് പോവും. ബാക്ക് സ്പേസ് അല്ല, ഈ ഒരു കീ ഇതിനകത്ത് വരും. ഈ ഒരു കാണുന്ന ഈ ഒരു സംഭവമായിരിക്കും റൈറ്റ് ക്ലിക്കിൽ വരിക. ബാക്കി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ മൈൻക്രാഫ്റ്റിൽ എത്തിയിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ കയറ്റിയതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പ്ലെയർ എന്നൊക്കെ എഴുതിയേക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു കാര്യം. ഇപ്പോൾ സെറ്റായെന്നുള്ളൂ. മൈൻക്രാഫ്റ്റ് കളിക്കണമെങ്കിൽ വേറൊരു കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾ നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൻ്റെ സെറ്റിങ്സിൽ കയറാം. സെറ്റിങ്സിൽ കയറിയിട്ട് നിങ്ങൾ ഈ കാണുന്ന കീബോർഡ് ആൻഡ് മൗസ് എന്ന് എഴുതിയേക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കൂട്ട് ഒരു ഇത് വരും. അപ്പോൾ അതിന് നിങ്ങൾ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് ഇതേ ഫുഡ് കാണും. പിക് ബ്ലോക്ക് ബട്ടൺ 3 എന്ന് പറഞ്ഞ്, ബട്ടൺ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസിലെ മിഡിൽ ക്ലിക്കാണ്. നമ്മുടെ സ്ക്രോൾ വീലിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതടിക്കുക, ആൻഡ്രോയിഡ് 14 പിന്നിലോട്ട് നമ്മളത് അടിക്കുകയാണെങ്കിൽ അത് നേരെ നമ്മുടെ ഹോം സ്ക്രീനിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കീയാണ് വെക്കേണ്ടത് അത് വെക്കാം. അപ്പോൾ നിങ്ങൾ അതിന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ മഞ്ഞ കളറിൽ കത്തി കാണും, ഇങ്ങനെയൊക്കെ കാണും. എന്നിട്ട് നിങ്ങൾക്ക്, ഞാനിപ്പോൾ F ആണ് കൊടുക്കുന്നത് അതിന്. അപ്പോൾ ഇനി F അടിക്കുവാണെങ്കിൽ പിക് ബ്ലോക്ക് വർക്കാവും. ഇനിയും നിങ്ങൾക്ക് ഈ കാണുന്ന യൂസ് ഐറ്റം പ്ലേസ് ബ്ലോക്ക്, ഇതിൽ ബട്ടൺ 2 ആയിരിക്കും എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർക്ക് ആവില്ല ആൻഡ്രോയിഡ് 10 പിന്നിലോട്ട്, 14 പിന്നിലോട്ട്. അപ്പോൾ അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീ സെലക്ട് ചെയ്ത് കൊടുക്കുക. R, F, അങ്ങനെ കുറേ കീസ് ഉണ്ടല്ലോ ഇല്ലേ. ഇതിൽ ഈ സംഭവത്തിൽ ഇല്ലാത്ത കീസൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബട്ടൺ 1, ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ സംഭവത്തിൽ ഇല്ലാത്ത കീസ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇതിൽ വന്നിട്ട് നേരെ അതിൽ വന്നിട്ട്, ഞാനിപ്പോൾ 6 കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീ കൊടുക്കുക. ഇനി നേരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇതിൽ ഒരു സംഭവങ്ങളുണ്ടാവും. ഇത് ഞാൻ സെറ്റാക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റാക്കണ്ട. അതെ, ഐഡൻറ്റിഫൈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് F3 ആണ് ഗൈസ്. F3 അല്ല, ഞാൻ കൊടുക്കുന്നത് ടാബ്. എനിക്ക് ടാബാണ് ഇഷ്ടം. ഞാൻ ടാബ് അടിച്ചിട്ടാണ് എനിക്കത് കാണാൻ ഇഷ്ടം. അപ്പോൾ ഇത് അതിൽ ടാബ് ഉണ്ട്, പിന്നെ ഇവിടെ കുറേ ഉണ്ട്, നിങ്ങൾക്കത് ഇങ്ങനെ വായിച്ച് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ. ഇനി നേരെ പ്ലേയിൽ പോവുക, പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പ്ലേയിൽ പോയി, ഇപ്പം ഈ വേൾഡൊന്നുമില്ല, ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുത്തിട്ട് നേരെ ഒരു വേൾഡ് എടുക്കുക. ഞാൻ ക്രിയേറ്റീവ് വന്നോട്ടെ, ഞാൻ ഇപ്പോൾ ഒരു വേൾഡ് എടുക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ ഓണാക്കിയിട്ട് കണ്ടില്ലേ, പക്ക വർക്കാണ്. അപ്പോൾ ഞാൻ ചുമ്മാ പറയുന്നതല്ല, സംഭവം കറക്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നേരെ ക്രിയേറ്റ് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റിനിവേ നിങ്ങളിത് കൊടുക്കാം. നിങ്ങളൊരു ഒരു PC ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല യൂസ് ആവുന്ന സംഭവമായിരിക്കും. നല്ല അടിപൊളിയായിട്ട് യൂസ് ആവും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഒരു നല്ല പ്രാക്ടീസൊക്കെയാണ്, നല്ല രസമാണ് ഇതിൽ കളിക്കാൻ, വേറെ കാര്യം. പിന്നെ നിങ്ങൾ മൊബൈലിൽ കളിക്കുന്നവരാണെങ്കിൽ അതിലിങ്ങനെ കുറേ സംഭവങ്ങൾ കാണും, അതൊന്നും ഇതിൽ വരില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാർജ് പറ്റാവുന്നതിൽ അധികം ഈ സംഭവം ഊറ്റാൻ സാധ്യതയുണ്ടെന്നല്ല, ഞാൻ ഏതാണ്ട് ഈ 70% ഉള്ളപ്പോൾ എടുത്തതാണ്. ഇപ്പോൾ 68% ആയിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ല പോലെ ചാർജ് വലിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 100 ഇട്ടാൽ 2-3-4 മണിക്കൂറൊക്കെ കളിക്കാൻ പറ്റും. സംഭവം നോർമലായിട്ട് കളിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ എന്തായാലും കളിക്കാൻ പറ്റും. അപ്പോൾ അതൊരു പ്രശ്നമാണ്, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾ മൈൻക്രാഫ്റ്റ് കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് എത്തിയിട്ടുണ്ട്. ഓരോ ഇതെന്താ അടിപൊളി സീഡാ അല്ലേ. നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം, എനിക്ക് ഇങ്ങനത്തെ പ്ലെയിൻസ് ഒക്കെ ഉള്ള സീഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഇതുണ്ടല്ലേ, എനിക്ക് എല്ലാം നല്ല നോർമലായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, W അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. S അടിച്ചാൽ ഇങ്ങനെ ബാക്കിലോട്ട്, A അടിച്ചാൽ ഈ സൈഡ്, D അടിച്ചാൽ ഈ സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫേസ് ഇങ്ങനെ നീക്കാന്ന് പറഞ്ഞാൽ മൗസിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഫേസ് ഇങ്ങനെ നീങ്ങും. ഇനിയുള്ളത് ആണ്. അടിച്ചാൽ നിങ്ങൾക്ക് ഇൻവെൻറ്ററി ഇങ്ങനെ തുറക്കാൻ പറ്റും. സ്ക്രോൾ ചെയ്താൽ ഇതേപോലെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. എനിക്കിപ്പോൾ ഇത് പോയിട്ട് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, എനിക്കിപ്പം ടോട്ടം വേണം. അപ്പോൾ അവിടെ കൊണ്ടുപോയി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻവെൻറ്ററി കൊണ്ടുപോയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നേരെ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സാധനത്തിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ ഇങ്ങനെ വന്നോളും. ഇനിയിപ്പോൾ എനിക്ക് വിൻചാർജ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതേപോലെ വന്നോളും. നിങ്ങൾ ഒന്ന് വെച്ചു പിന്നെയും എടുത്ത് വെക്കണം, അങ്ങനെ വേണ്ട. ജസ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ എത്ര ക്ലിക്ക് ചെയ്താലും അതിങ്ങനെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. അത് നല്ലതാണ്. പിന്നെ ഇനിയും വേറൊരു കാര്യം, നിങ്ങളിത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഓഫ് ഹാൻഡിലോട്ട് പോവുകയും ചെയ്യും.
ഇനിയും നിങ്ങൾ എസ്കേപ്പ് എന്ന് പറഞ്ഞ കീ ആണ് സംഭവം. ഈ ഒരു സംഭവം ഈ ഒരു പോസ്റ്റ് മെനു ഒക്കെ കാണേണ്ടത് എസ്കേപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്കൊക്കെ വർക്കാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ള ഷിഫ്റ്റ് അടിക്കുകയാണെങ്കിൽ ഇതേപോലെ ക്രൗച്ച് ചെയ്യും. നമ്മൾ ക്രൗച്ച് ചെയ്യും. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ ക്രൗച്ച് ചെയ്ത് പോകും. ഇനിയുള്ളത് സ്പേസ് അടിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ജമ്പ് ചെയ്യും കേട്ടോ. സ്പേസ് അടിച്ചാലാണ് നമ്മൾ ജമ്പ് ആവുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്താൽ ഇതേ കൂട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെർട്ടറിലെ ഇത് സംഭവം ഇങ്ങനെ നീക്കാൻ പറ്റും. ഇത് കണ്ടോ, ഒരു വൈറ്റ് സംഭവം അവിടെ പോകുന്നുണ്ടോ? നമ്മൾ എന്തിനാണ് ഇത് ഈ കീബോർഡ് മൗസും വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൺട്രോൾസ് ഈ ഒരു സംഭവം ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ കീബോർഡ് മൗസ് ആക്കുന്നത്. അപ്പോൾ ഇനിയും ഇതെങ്ങനെ മാറ്റാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം കാണാൻ പറ്റും. കണ്ടോ? എന്നിട്ട് മൗസ് ഒന്ന് അനക്കുവാണെങ്കിൽ ഇതേ കൂട്ട് നിങ്ങൾക്ക് തിരിച്ച് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് F1 ആണ്. F1 അടിച്ചാൽ നിങ്ങളുടെ ഹഡ് ഇതേപോലെ ഹൈഡ് ആയിട്ടിരിക്കും. ഹഡ് എന്നാണ് ഇനി പറയുക. പിന്നുള്ളത് F2 അടിച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കും. ഈ ഒരു സംഭവത്തിന് സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കും. അങ്ങനെ F2. പിന്നുള്ള F3 ഒന്നും ഇല്ല. F4 അടിച്ചാൽ മറ്റേ സംഭവം വരും. എന്താണ് ഈ ഒരു കാണുന്ന സോഷ്യൽ ഫ്രണ്ട്സിൻ്റെ ആ ലിസ്റ്റ്, അതാണ് F4. പിന്നുള്ളത് F5 ആണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് F5 എന്ന്. സംഭവം F5 അടിച്ചാൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറും. ഇതാടാ, പിന്നെ ടോട്ടം പിടിച്ചേക്കുന്നുണ്ടോ? ഇതേകൂട്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് F5 അടിക്കുന്നത്. അപ്പോൾ ഇത്ര തന്നെ. ഇനിയുള്ളത് F6 ഒന്നുമില്ല, F7 ഒന്നുമില്ല. F8 അടിച്ചാലേ ഇത് കണ്ടോ, നമ്മുടെ പേപ്പർ ഡോൾ എന്നാണ് ഇതിന് പറയുക. ഈ ഒരു സംഭവം ഇതിൽ ഇങ്ങനെ വരും. പേപ്പർ ഡോള് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് F8 അടിച്ചാൽ ഒന്നുകൂടെ അടിച്ചാൽ അത് പോകും. കണ്ട F9 ഒന്നുമില്ല, F10 F11 12 ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഉള്ളത് ഇതിനകത്ത്. അടിപൊളിയല്ലേ? പിന്നെ എൻ്റർ അടിക്കുവാണെങ്കിൽ ഇതേ കൂട്ട് ഈ ഒരു സംഭവം വരും. ഈ കാണുന്ന ഈ ചീറ്റൊക്കെ അടിക്കുന്ന ആ ഭാഗമില്ലേ, അത് വരും. എസ്കേപ്പ് അടിച്ചത് പോവും. പിന്നെ നിങ്ങൾ T അടിച്ചാലും ഈ സംഭവം തന്നെ വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ഓടാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ കടാ, അതിങ്ങനെയാണ് സംഭവം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതേ കൂട്ട് ജമ്പ് എന്നല്ല ഈ ഒരു കാണുന്ന രീതിയിൽ ഓടാൻ പറ്റും. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ കാണുന്ന നമ്മുടെ കൺട്രോൾ ബട്ടൺ ഉണ്ടാവല്ലോ, അതൊന്ന് അടിച്ചാൽ മതി. ഇതേ കണ്ടോ, കൺട്രോൾ അടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ സ്പീഡിൽ റൺ ചെയ്യാൻ പറ്റും. മറ്റേത് ഇത് വാക്ക് എന്നിട്ട് ഇത് റണ്ണ്. കണ്ടോ, വ്യത്യാസമുണ്ട്. സ്പീഡ് കൂടുതലും കുറവാകും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ള വ്യത്യാസങ്ങൾ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. ഒരു സംഭവം കൂടി ഉണ്ട്. അതിന് നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഓപ്ഷണൽ. സെറ്റിങ്സിൽ പോവുക. നേരെ അതെവിടെയാണെന്ന് എനിക്ക് അറിയൂല അധികം. എന്തായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. സെറ്റിങ്സിൽ വന്നിട്ട് ഈ ടച്ച് കൺട്രോൾസ് എടുക്കുക. ടച്ചിലാന്ന് തോന്നുന്നു. എന്നിട്ട് ഇതിനകത്ത് ഓട്ടോ ജമ്പ് കണ്ട, ഈ ഓട്ടോ ജമ്പ് ഓഫ് ആക്കി കൊടുക്കുക. ഈ ഓട്ടോ ജമ്പ് ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഓടിയിട്ട് ഇത് കണ്ടോ, ഇപ്പോഴും ഓട്ടോ ജമ്പ് ഓണാണോ ഗൈസ്? ഓട്ടോ ജമ്പ് ഓണാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലല്ലോ, ഓഫ് ആയിരിക്കുമല്ലോ. ഓട്ടോ ജമ്പ് ഓണാണോ ഗൈസ്? ഓട്ടോ ജമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളറിയാതെ തന്നെ അങ്ങ് ചാടുന്നതാണ് ഓട്ടോ ജമ്പ്. അപ്പോൾ അത് ഓഫാക്കി ഇടണം. ഓട്ടോ ജമ്പ് ഓഫാണല്ലോ, പിന്നെന്താണ്? ഓക്കെ, ഓട്ടോ ജമ്പ് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചാടണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ചാടുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ ഞാൻ തന്നെ ചാടണം. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ തന്നെ അങ്ങ് ചാടിപ്പോവും. അപ്പോൾ അതാണ് ഗൈസ് ഓട്ടോ ജമ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, അത് തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സെറ്റ്. ബൈ.